ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ ചുവന്ന സന്യാസി തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. പറയച്ചോ, ജിനുവിന് എന്തു പറ്റി? പൊടുന്നനെ അരുന്ധതിയിലുണ്ടായ മാറ്റം വർമ്മ ശ്രദ്ധിച്ചു. ഒരു ഉന്മാദിനിയുടെ ഭാവം. വൃദ്ധ പുരോഹിതൻ വാക്കുകൾ കിട്ടാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. ഇരുവർക്കുമിടയിൽ നിസ്സഹായനായി വർമ്മ നിന്നു. എന്റെ ജിനുവിന് എന്തു പറ്റിയച്ചോ? അരുന്ധതി ചോദ്യം ആവർത്തിച്ചു. മോളെ, ഒന്നു കാണാതെ കർത്താവ് മറ്റൊന്ന് ചെയ്യില്ലെന്ന് ആശ്വസിക്കുക. അച്ഛൻ കുട്ടിയുടെ കാര്യം പറയുന്നില്ല. പറയാം, അതിനാണ് തുടങ്ങുന്നത്. അരുന്ധതി ഇങ്ങനെ സെന്റിമെന്റൽ ആവാതെ ഞാൻ പറയുന്നത് കേൾക്കൂ. അതിനുള്ള ക്ഷമയില്ലാതെ അരുന്ധതി അസ്വസ്ഥയായി. വർമ്മേട്ട, ജിനു. അരുന്ധതി, വർമ്മ ശാസിച്ചു. ഫാദർ പറയുന്നത് എന്താണെന്ന് കേൾക്കൂ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. ഫാദർ പറഞ്ഞു, ഇന്നു രാവിലെ മുതൽ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു ജിനു. ഇവിടം വിട്ടുപോകാൻ അവൾക്ക് മനസ്സുണ്ടായിട്ടല്ല. ഇവിടത്തെ കൂട്ടുകാരെ നഷ്ടപ്പെടുത്തുവാൻ അവൾ ഇഷ്ടപ്പെടില്ലല്ലോ. ഇന്നലെ രാത്രിയിൽ അവൾക്കിനി ഉണ്ടാകാവുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. ആ കൊച്ചു കണ്ണുകളിൽ അപ്പോഴുണ്ടായ തിളക്കം ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കാണുന്നു. കാതുകൾ കൂർപ്പിച്ചു നിൽക്കുകയാണ് അരുന്ധതി. അതുമാത്രമല്ല, അരുന്ധതിയെ വല്ലാതെ അങ്ങ് പിടിച്ചുപോയി ജിനുവിന്. ഒരമ്മയോട് മകൾക്കുണ്ടാകുന്ന സന്തോഷം തന്നെയായിരുന്നു അവൾക്ക് അരുന്ധതിയോട്. അരുന്ധതി താഴെ വീഴാതിരിക്കാൻ പാടുപെട്ടു. അമ്മയോട് മകൾക്കുണ്ടാകുന്ന, ഈശ്വര, അമ്മയോട് മകൾക്കുണ്ടാകുന്ന. ഫാദറിന്റെ വാക്കുകൾ കാതുകൾക്ക് ചുറ്റും കറങ്ങുകയാണ്. അരുന്ധതി, വർമ്മ വിളിക്കുന്നത് അവൾ കേട്ടില്ല. മറ്റൊരു ലോകത്തായിരുന്നുവല്ലോ അവൾ. അയാൾ തോളിൽ കൈവച്ചപ്പോഴാണ് അവൾ ഞെട്ടി ഉണർന്നത്. നിനക്കെന്തു പറ്റി? ഒന്നുമില്ല. അവൾ വീണ്ടും ഫാദറെ നോക്കി. എന്നിട്ട് എന്തുണ്ടായി ഫാദർ? നിങ്ങൾ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നതിനാൽ ഞാൻ അവളെ സ്കൂളിൽ വിട്ടില്ല. റോഡിലേക്കും നോക്കി കാത്തിരിക്കുകയായിരുന്നു ജിനു. ഒരു കാർ വരുന്നത് കണ്ടപ്പോ അവൾ തുള്ളിച്ചാടി. ഫാദർ, അരുന്ധതി മമ്മിയാണത്. അവൾ കാറിനു നേരെ ഓടിച്ചെന്നു. പെട്ടെന്ന് കാറിൽ നിന്നും രണ്ടുപേർ ഇറങ്ങി. ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം നടന്നത്. അവർ ജിനുവിനെ കാറിലേക്ക് വലിച്ചു കയറ്റി. വന്നതുപോലെ കാർ തിരിച്ചു പാഞ്ഞു. എനിക്ക് അതിന്റെ നമ്പർ നോട്ട് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. ഫാദർ കിതച്ചു. ഞാൻ ഓടിയെത്തിയപ്പോഴേക്കും കാർ കണ്ണിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്റെ മോളെ! പരിസരം മറന്ന് പൊട്ടിക്കരഞ്ഞു പോയി അരുന്ധതി. വർമ്മ വല്ലാതെയായി. ഫാദർ മുറിക്കുള്ളിലേക്ക് നടന്നു. അരുന്ധതി കാറിൽ ചാരി നിന്ന് ഏങ്ങിക്കരഞ്ഞു. കപ്പ്യാരും മറ്റു ചിലരും സഹതാപത്തോടെ അവളെ നോക്കി. പെട്ടെന്ന് അരുന്ധതി ഫാദറിന്റെ അരികിൽ ഓടിയെത്തി. എനിക്കിനി ജിനുവിനെ തിരിച്ചു കിട്ടുമോ ഫാദർ? എല്ലാം അറിയുന്ന കർത്താവ് അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ആശിക്കാം. അരുന്ധതിയുടെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു. മഹാഗുരുജിയുടെ പുഞ്ചിരിക്കുന്ന മുഖം. അയാളാണ് തന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തതെന്ന് അവൾ വിശ്വസിച്ചു. അവളുടെ പല്ലുകൾ ഞെരിഞ്ഞമരുകയാണ്. ദുഷ്ടൻ! വർമ്മ കുട്ടികൾക്കായി വാങ്ങിയ പലഹാരങ്ങളും വസ്ത്രങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഫാദറിന് മുന്നിൽ മേശപ്പുറത്ത് വച്ചു. ഇതൊക്കെ കുട്ടികൾക്കുള്ളതാണച്ചോ? അദ്ദേഹം തലകുലുക്കി. നമുക്ക് പോകാം അരുന്ധതി, അവൾ യാന്ത്രികമായി മൂളി. കാറിനടുത്തെത്തുമ്പോൾ വർമ്മ സ്വരം താഴ്ത്തി ചോദിച്ചു, ജിനുവിന് പകരം നമുക്ക് മറ്റൊരു കുട്ടിയെ? അരുന്ധതിയുടെ ഭാവം പെട്ടെന്ന് മാറി. എന്താ പറഞ്ഞത്? അവളുടെ കണ്ണുകളിൽ തീ എരിയുകയാണെന്ന് അയാൾക്ക് തോന്നി. മറ്റൊരു കുട്ടിയോ? അത് ഈ ജന്മത്തിലില്ല. എനിക്ക് കിട്ടുകയാണെങ്കിൽ അവളെ, ജിനുവിനെ തന്നെ വേണം. അല്ലെങ്കിൽ എനിക്കിനി കുട്ടികൾ വേണ്ട, കുട്ടികൾ വേണ്ട. അവൾ കാറിൽ കയറി ഡോർ വലിച്ചടയ്ക്കുമ്പോഴും നിന്നിടത്ത് തറഞ്ഞതുപോലെ നിൽക്കുകയായിരുന്നു വർമ്മ. തന്റെ മുന്നിൽ അരുന്ധതി തന്നെയാണോ എന്നയാൾ സംശയിച്ചു പോയി. ആശ്രമം. രാവിലെ മുതൽ മഹാഗുരുജിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ദിവ്യമാത തന്നെ നേരിട്ടാണ് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ആശ്രമവും പരിസരവും ഒക്കെ കമനീയമായി അലങ്കരിക്കപ്പെട്ടു കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ ആശ്രമത്തിന്റെ വിശാലമായ മുറ്റത്ത് ഭക്തജന പ്രവാഹമായിരുന്നു.
ന്യൂയോർക്കിൽ നിന്നെത്തുന്ന ദിവ്യനെ അവർക്കൊരു നിമിഷം കണ്ടാൽ മതി. അമേരിക്കയ്ക്ക് പോയിട്ട് ഏതാനും ദിവസങ്ങളെ ആയുള്ളൂവെങ്കിലും 10 വർഷം കഴിഞ്ഞെത്തുന്ന ഒരാൾക്കുള്ള സ്വീകരണമാണ് മഹാഗുരുജിക്ക്. ചീഫ് മിനിസ്റ്റർ ദിവാകരൻ നേരം പുലരും മുമ്പ് തന്നെ അവിടെ നിന്നും പോയിക്കഴിഞ്ഞിരുന്നു. ആഭ്യന്തരമന്ത്രി മരിച്ചതിന് ശേഷം ആ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നത് മുഖ്യനാണ്. അതുകൊണ്ട് തന്നെ അന്ന് എയർപോർട്ട് നിറയെ പോലീസായിരുന്നു. 12:15 ആയപ്പോൾ മഹാഗുരുജിയുടെ അംഗരക്ഷകർ 2 മാരുതി വാനുകളിലായി എത്തിച്ചേർന്നു. മാതാ മാത്രം വന്നിരുന്നില്ല. കൃത്യസമയത്ത് വിമാനമെത്തി. മഹാഗുരുജിക്ക് കസ്റ്റംസിൽ കുരുങ്ങേണ്ടി വന്നില്ല. അദ്ദേഹത്തിന്റെ ലഗേജുകൾ ഗ്രീൻ ചാനലിലൂടെ VIP ലോഞ്ചിലെത്തി. എയർപോർട്ടിനുള്ളിൽ വെച്ച് തന്നെ കാത്തിരുന്ന മന്ത്രിമാർ ഗുരുജിയുടെ അനുഗ്രഹം വാങ്ങി. ഗുരുജി പുറത്തേക്ക് നടന്നു. ഒറ്റ കാവ്യമുണ്ടായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. അതേതരം ഒരു ഷാൾ പുതച്ചിരുന്നു. ശരീരത്ത് ഉരുണ്ടു കളിക്കുന്ന മാംസപേശികൾ ഒരു ബോക്സറുടേതുപോലെ തോന്നുമായിരുന്നു. ഒരു സന്യാസിക്ക് വേണ്ട ആകാരമായിരുന്നില്ല മഹാഗുരുജിയുടേത്. നീണ്ട താടിയിൽ അങ്ങിങ്ങി നര ബാധിച്ചിട്ടുണ്ട്. വിശാലമായ നെറ്റിത്തടവും തിളക്കമുള്ള കണ്ണുകളും. അദ്ദേഹം പുറത്തെത്തും മുമ്പ് തന്നെ പത്രക്കാർ വളഞ്ഞു. ഗുരുജി കൈ ഉയർത്തി. ക്യാമറകൾ അതിവേഗം മിന്നി. പത്രക്കാർ ചോദ്യശരങ്ങൾ തൊടുത്തു. അവയ്ക്കൊക്കെ മഹാഗുരുജി പുഞ്ചിരിയോടെ മറുപടി നൽകി. അവർക്കിടയിലൂടെ ഗുരുജിയുടെ അരികിലേക്ക് ശ്യാമിലി കടന്നു ചെന്നു. സ്വാമിൻ. അദ്ദേഹം തലതിരിച്ചു. ശ്യാമിലിയുടെ കണ്ണുകളിൽ ഒരു നിമിഷം കണ്ണുകൾ ഉടച്ചു. ചോദിച്ചോളൂ. സ്വാമി ചിരിച്ചു. ആ കണ്ണുകൾ തന്നെ വിവസ്ത്രയാക്കുകയാണെന്ന് അവൾക്ക് തോന്നി. അങ്ങ് അമേരിക്കയിൽ നിന്നും പെട്ടെന്ന് മടങ്ങിയത്? ഓരോ സ്ഥലത്തെയും കർമ്മം പൂർണ്ണമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് നാം അവിടെ തങ്ങാറില്ല മകളെ. അമേരിക്കയിലെ കർമ്മം പൂർണ്ണമായോ? മഹാഗുരുജിയുടെ കണ്ണുകൾ കുറുകി. എങ്കിലും ഉത്തരം കൊടുത്തു. ആയി. അതോ പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് അടിയന്തര മെസ്സേജ് തന്നോ? അങ്ങനെ ചോദിച്ചത് അല്ല. ഇവിടെയുള്ള ആശ്രമങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഗുരുജി മറ്റാരും അറിയാതെ പല്ലു ഞെരിച്ചു. കാമക്രോധ ലോഭമോഹങ്ങളൊന്നുമില്ലാത്ത ഞങ്ങൾക്ക് എന്തു പ്രശ്നങ്ങളാണ് മകളെ? ശ്യാമലിക്ക് മറ്റെന്തൊക്കെയോ കൂടി ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവളെ പിന്നോട്ട് തള്ളി. മതി ചോദിച്ചത്. ശ്യാമിലി തിരക്കിനിടയിലായി. 4-5 അടി മുന്നോട്ട് നടന്നിട്ട് ഗുരുജി ഒരിക്കൽ കൂടി അവളെ തിരിഞ്ഞു നോക്കി. മഹാഗുരുജിയുടെ ബെൻസ് കാറിന്റെ പിന്നിലെ ഡോർ തുറന്നു പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു SP ചന്ദ്രഹാസ്. ഗുരുജി കാറിൽ കയറി. ഡോർ അടഞ്ഞു. ഗുരുജിയുടെ ഗൺമാൻ കാറിന്റെ മുൻസീറ്റിൽ കയറി. തിളക്കമുള്ള 2 കണ്ണുകൾ ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. വാഹനങ്ങൾ സ്റ്റാർട്ടായി. ഏറ്റവും മുന്നിൽ പോലീസ് ജീപ്പ്. അതിനു പിന്നിൽ VIP-കളുടെ 30ഓളം വിദേശ നിർമ്മിത കാറുകൾ. അതിനു പിന്നിൽ ഗുരുജിയുടെ അംഗരക്ഷകർ. ഗുരുജിയുടെ കാറാണ് തൊട്ടടുത്ത്. അതിനു പിന്നിലും അംഗരക്ഷകരുടെ മാരുതി വാൻ. തോക്കേന്തിയ അംഗരക്ഷകർ കണ്ണുകളിൽ പരിസരം മുഴുവൻ ആവാഹിച്ചിരുന്നു. വീണ്ടും VIP-കളുടെ കാറുകൾ, പോലീസ് വാഹനങ്ങൾ. ഏതാണ്ട് 100-ലധികം വാഹനങ്ങൾ വരുമായിരുന്നു. മുന്നിൽ പോകുന്ന പോലീസ് ജീപ്പ് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് ചേർത്ത് നിർത്തുവാൻ സിഗ്നൽ നൽകിക്കൊണ്ടിരുന്നു. കുറെ അകലെ ബൈനോക്കുലറിലൂടെ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു മുകുന്ദൻ. അയാൾ അറിയാതെ കഴുത്തിൽ കിടന്ന ഏലസിലേക്ക് നോക്കിപ്പോയി. ഗുരുജിയെ വധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ? അയാൾ പെട്ടി തുറന്നു. സ്റ്റൺ ഗൺ തോളിൽ തൂക്കി. ബാക്കിയുള്ള ആയുധങ്ങൾ പാൻസിന്റെയും കോട്ടിന്റെയും കീശയിൽ തിരുകി. അയാൾ യമഹയിൽ കയറി കണ്ണട നേരെ വച്ചു. ഗംബൂട്ട്സ് അണിഞ്ഞ കാൽ കിക്കറിൽ അമർന്നു. ബൈക്ക് സ്റ്റാർട്ടായി. ഗ്ലൗസ് അണിഞ്ഞ കൈ ക്ലച്ച് പിടിച്ചു. ഗിയർ വീണു. യമഹ കുതിച്ചു. നഗരത്തിലെ തിരക്കിൽ നിന്നും വാഹനങ്ങൾ പുറത്തേക്ക് ഊളിയിട്ടു. മഹാഗുരുജി കാറിന്റെ പിൻസീറ്റിൽ ചാരി കണ്ണടച്ചിരുന്നു. വാഹനങ്ങൾ നിരനിരയായി നീങ്ങുകയാണ്. മഹാഗുരുജിയുടെ ആഗമനം അറിഞ്ഞ് റോഡിൽ ഒതുക്കിയിട്ടിരുന്ന വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവരും കാൽനടക്കാരുമൊക്കെ മഹാഗുരുജിക്ക് സ്തുതി പറഞ്ഞു. പക്ഷേ അയാൾ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. മനസ്സു നിറയെ ആശ്രമമായിരുന്നു. എത്രയും വേഗം അവിടെ എത്തിയിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. ഇനി വൈകുന്ന ഓരോ നിമിഷങ്ങളും അപകടകരമാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. താൻ കെട്ടിയുയർത്തിയ സിംഹാസനം തകർന്നു വീഴാൻ ഒരു നിമിഷം മതി. ആ ഫോട്ടോകൾ, റിപ്പോർട്ടർ സ്റ്റാൻലി, തനിക്കെതിരെ ആഞ്ഞടിക്കുവാൻ കാത്തിരിക്കുകയായിരിക്കണം അവൻ. അങ്ങനെയെങ്കിൽ തന്നെ അവൻ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ.
തന്നോടുള്ളത് തീക്കളിയാണെന്ന് അവൻ അറിഞ്ഞു തുടങ്ങിയതല്ലേയുള്ളൂ. ഇനി എന്തെല്ലാം കലാപരിപാടികൾ ബാക്കി കിടക്കുന്നു. കേരളത്തിൽ കുറെ ദിവസങ്ങൾ തങ്ങേണ്ടി വരുമെന്ന് ഗുരുജിക്ക് തോന്നി. ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചിരുന്നാലും സ്റ്റാൻലിയെ കിട്ടണം. അതുപോലെ മുകുന്ദൻ, അവനും എല്ലാം അറിയാവുന്നവനാണ്. ആശ്രമത്തിലെ ഒരു കാര്യവും അവൻ മറ്റാരുടെയും മുന്നിൽ വിളമ്പുവാൻ ഇടയാകരുത്. പ്രതാപ് എന്ന പേര് യാഥാർത്ഥ്യമാണെങ്കിൽ അതും വെട്ടിക്കളയേണ്ട സമയമായിരിക്കുന്നു. മുന്നിൽ വാഹനങ്ങളുടെ ബ്രേക്കുകൾ അലറുന്ന ശബ്ദം കേട്ടാണ് മഹാഗുരുജി കണ്ണുകൾ തുറന്നത്. ഗൺമാൻ ജാഗരൂകനായി. എതിരെ അസാധാരണ വേഗത്തിൽ പാഞ്ഞു വരികയാണ് ഒരു യമഹ ബൈക്ക്. പെട്ടെന്ന് മഹാഗുരുജി സഞ്ചരിച്ചിരുന്ന കാറും നിന്നു. ബൈക്ക് തൊട്ടു മുന്നിൽ എത്തിക്കഴിഞ്ഞു. മുന്നിലെ മാരുതി വാനിൽ ഇരുന്ന ഗുരുജിയുടെ അംഗരക്ഷകർ ചാടിയിറങ്ങി. അപ്പോഴേക്കും യമഹയിൽ നിന്നും മുകുന്ദൻ കാറിന്റെ ബോണറ്റിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. ഗുരുജിയുടെ ഗൺമാൻ ട്രിഗർ അമർത്തും മുമ്പ് മുകുന്ദന്റെ സ്റ്റൺ ഗൺ ഗർജിച്ചു തുടങ്ങിയിരുന്നു. കാറിന്റെ മുന്നിലെ ഗ്ലാസ് ചിതറി. ഗൺമാന്റെ നെഞ്ചിൽ വെടിയുണ്ടകൾ തുളഞ്ഞിറങ്ങി. കാറിൽ ചോര ചീറ്റിത്തെറിച്ചു. ഒന്നുറക്ക നിലവിളിക്കണമെന്നുണ്ടായിരുന്നു മഹാഗുരുജിക്ക്. ഗ്ലാസ് തകർന്ന ഭാഗത്തുകൂടി മുകുന്ദനും ഗുരുജിയും മുഖാമുഖം കണ്ടു. മുകുന്ദ, നീ? ഗുരുജിക്ക് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല. തോക്ക് ഗർജിച്ചു. ബുള്ളറ്റുകൾ ഗുരുജിയുടെ ശരീരത്തെ അരിപ്പ പോലെയാക്കി. പിന്തിരിയും മുമ്പ് ഗുരുജിയുടെ അംഗരക്ഷരുടെ തോക്ക് മുകുന്ദന്റെ ശരീരത്തെയും അരിപ്പയാക്കി കഴിഞ്ഞിരുന്നു. കീറിപ്പറഞ്ഞ പഴം തുണിക്കെട്ട് കണക്കെ കാറിന്റെ ബോണറ്റിൽ പറ്റിച്ചേർന്ന് മുകുന്ദന്റെ ശരീരവും കിടന്നു. ചോര റോഡിലേക്ക് ഇറ്റു വീണുകൊണ്ടിരുന്നു. ആകെ ബഹളം, പോലീസ് വാഹനങ്ങളുടെ മൂളൽ. അംഗരക്ഷകർ ഗുരുജിയുടെ കാറിന് ചുറ്റും ഒരു വലയം സൃഷ്ടിച്ചു. ഓടിയെത്തിയ SP ചന്ദ്രഹാസ് കാറിന്റെ ഡോർ തുറന്നു. ഒന്നേ നോക്കിയുള്ളൂ. ചന്ദ്രഹാസിന് തല കറങ്ങി. തൊപ്പി തലയിൽ നിന്ന് വഴുതി. ഗുരുജിയുടെ മൃതദേഹം റോഡിലേക്ക് വീണു, ഒരു മാംസകഷ്ണം പോലെ. നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ ജനങ്ങളും പോലീസും തിക്കിത്തിരക്കി. മഹാഗുരുജിയെ കൊല ചെയ്തു. ഭക്തർ ഇളകുവാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? ആംബുലൻസ് എത്തി. ഒപ്പം ചീഫ് മിനിസ്റ്ററുടെ കാറും. മൃതദേഹത്തിൽ നോക്കി CM ദിവാകരൻ നടുങ്ങി നിന്നു. മൃതദേഹം ആംബുലൻസിൽ കയറ്റി. പെട്ടെന്നാണ് ജനങ്ങളെ വകഞ്ഞുമാറ്റി ദിവ്യമാതായും ഏതാണ്ട് 100-ലധികം ഭക്തരും അവിടേക്ക് വന്നത്. ഗുരുജി! പച്ചമുള വെട്ടിച്ചിന്തും പോലെ മാതാ പൊട്ടിക്കരഞ്ഞു. ആംബുലൻസിൽ കിടത്തിയിരുന്ന മൃതദേഹത്തിന്റെ കാൽക്കലേക്ക് വീണു ദിവ്യമാത. നിലവിളി കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ഭക്തരും പൊട്ടിക്കരയുകയാണ്. അമ്മേ! മുഖ്യമന്ത്രി മാതായുടെ അടുത്തെത്തി. നിറമിഴികളോടെ മാതാ തലതിരിച്ചു. 4 കണ്ണുകൾ എന്തോ പറഞ്ഞു. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക്. മുഖ്യന് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല. ദിവ്യമാത കൈകൊണ്ട് വിലക്കി. വേണ്ട, ഇനി ഈ ശരീരം അറുത്തു മുറിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ ഗുരുജി പിടഞ്ഞു വീണത്. എന്നിട്ട് എന്തു ചെയ്യാൻ കഴിഞ്ഞു? ഇനി ഈ ശരീരം അറുത്തു കീറിയിട്ട് എന്ത് കിട്ടാൻ? എന്നാലും ഒരെന്നാലുമില്ല. മൃതദേഹം നേരെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകണം. അടക്കം ചെയ്യുമ്പോഴും ഗുരുജിയുടെ ശരീരത്തിൽ അവയവങ്ങളെല്ലാം വേണമെന്ന് നിർബന്ധമുണ്ട് ഞങ്ങൾക്ക്. ചീഫ് മിനിസ്റ്റർ മാതായുടെ മുഖത്ത് നോക്കി നിന്നു. 7 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമേ ഞങ്ങൾ ഈ ദേഹം സംസ്കരിക്കൂ. അതുവരെ അമൂല്യ പൂജാദ്രവ്യങ്ങൾക്കുള്ളിൽ ഈ ശരീരം കിടത്തിയിരിക്കും. ശരീരത്തിനു മാത്രമല്ലേ നാശം സംഭവിച്ചിട്ടുള്ളൂ. ആത്മാവ് ഇപ്പോഴും ഞങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഇനി ആത്മാവ് വീണ്ടും ഈ ശരീരത്തെ സ്വീകരിച്ചാലോ? ദിവ്യമാത ആ പറഞ്ഞതിന്റെ പൊരുൾ മുഖ്യമന്ത്രിക്ക് മനസ്സിലായില്ല. വിവരം കേട്ടറിഞ്ഞ് അല്പം മുമ്പ് മഹാഗുരുജിയുമായി എയർപോർട്ടിൽ വച്ച് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്ത പത്രപ്രവർത്തകരും ഫോട്ടോഗ്രാഫർമാരും അവിടെ എത്തിയിരുന്നു. തുടരെ ക്യാമറയുടെ ഫ്ലാഷുകൾ മിന്നി. മൃതദേഹത്തിനരികിൽ നിന്നും ദിവ്യമാത മാറിയതേയില്ല. അവസാനം മൃതദേഹം പോലീസ് അകമ്പടിയോടെ ആശ്രമത്തിലേക്ക് അയക്കുവാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കാറിന്റെ ബോണറ്റിൽ അപ്പോഴും മുകുന്ദന്റെ ശവശരീരമുണ്ടായിരുന്നു. കൊലയാളി മഹാഗുരുജിയുടെ ആശ്രമത്തിലെ ഒരു പ്രധാനിയായിരുന്നു എന്ന വാർത്ത പത്രക്കാർക്ക് പുതുമയുള്ളതായിരുന്നു. വിലാപയാത്ര ആശ്രമം ലക്ഷ്യമാക്കി നീങ്ങി. ഗുരുജിയെ സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തിയ വമ്പന്മാരുടെ കാറുകൾക്ക് മുന്നിൽ കരിങ്കൊടികൾ ഉയർന്നിരുന്നു. ഓർഫനേജിൽ നിന്നും തിരികെ എത്തിയപ്പോൾ മുതൽ ഒരേ കിടപ്പാണ് അരുന്ധതി. തലയിണ മുഴുവൻ കണ്ണീരിൽ കുതിർന്നിരുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾ കടക്കുവാൻ കഴിയുന്നില്ല. ഓർത്തോർത്ത് വിങ്ങിപ്പൊട്ടുകയാണ്. വർമ്മയ്ക്ക് വല്ലായ്മ തോന്നി. ഏതോ ഒരു പെൺകുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയതിന് ഇവൾക്കെന്തു വേണം?
സ്വന്തത്തിൽപ്പെട്ട ആരോ മരിച്ചുപോയതുപോലെയാണല്ലോ ഇവളുടെ ഭാവം. വേണമെന്ന് വെച്ചാൽ വേറെ എത്ര കുട്ടികളെ വേണമെങ്കിലും കിട്ടും. പിന്നെന്താ, ജിനുവിനെ ആഗ്രഹിച്ചിരുന്നു എന്നത് ശരിയായിരിക്കും. എന്നിരുന്നാലും എത്ര നേരമാണ് ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുന്നത്? വർമ്മയ്ക്ക് ദേഷ്യം വന്നു. അരുന്ധതി, അയാൾ വിളിച്ചു. അവളുടെ തേങ്ങലിന് ശക്തി കൂടിയതേയുള്ളൂ. അയാൾ അവളുടെ തോളിൽ കൈവച്ചു. എന്താ ഇത്? ഒരു കുട്ടി പോയെങ്കിൽ പോകട്ടെ ചേട്ടാ. അരുന്ധതി വെട്ടിത്തിരിഞ്ഞു. അവൾ എനിക്ക് ജീവനായി കഴിഞ്ഞിരുന്നു. അതൊക്കെ ശരി, പക്ഷേ ആ കുട്ടി നമ്മുടെ സ്വന്തമായില്ലല്ലോ. ആരോ എവിടെയോ പെറ്റിട്ടിട്ട് പോയ ഒരു പെൺകുട്ടി. അതിൽ കവിഞ്ഞുള്ള കാര്യമൊന്നും നമുക്ക് വേണ്ട. വർമ്മയോട് എന്ത് സംസാരിക്കണമെന്ന് അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. സത്യം തനിക്കല്ലേ അറിയൂ. തൻ്റെ കുഞ്ഞ്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഒരു നിമിഷം തനിക്ക് ജീവനുണ്ടാവില്ല. നീ എണീറ്റ് മുഖം കഴുകു, വർമ്മയുടെ നിർദ്ദേശം. എന്നിട്ട് പോയി ഒരു കപ്പ് കാപ്പി എടുത്തുകൊണ്ട് വാ. അനുസരിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. രാത്രിയിൽ തന്നെ ആശ്രമവും പരിസരവും നാട്ടിലെ വമ്പന്മാരെ കൊണ്ട് നിറഞ്ഞു. എല്ലാവർക്കും ഗുരുജിയുടെ മൃതദേഹം കാണണം. പക്ഷേ അന്ന് എല്ലാവർക്കും ദർശനം നിഷേധിക്കപ്പെട്ടു. ദിവ്യമാതായുടെ ശബ്ദം ലൗഡ് സ്പീക്കറിലൂടെ ഒഴുകിയെത്തി. ഭക്തജനങ്ങളോട് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. ദയവായി ഇന്ന് ആരും ഗുരുജിയുടെ ശരീരം കാണുവാൻ ശഠിക്കരുത്. നാളെ രാവിലെ മുതൽ അതിനുള്ള സൗകര്യം ചെയ്തു തരുന്നതാണ്. കൂടാതെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയിലും ഭക്തജനങ്ങൾ പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാം ദൈവമായ മഹാഗുരുജിയുടെ ആത്മാവിനോട് ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, വെടിഞ്ഞ ദേഹത്തിൽ വീണ്ടും പ്രവേശിക്കുവാൻ. അത്രയും കേട്ടപ്പോഴേ ഭക്തരിൽ നിന്നും സ്തുതിഗീതങ്ങൾ ഉയർന്നു. ആശ്രമത്തിനു മുറ്റത്തും റോഡിലും നിരനിരയായി വാഹനങ്ങൾ കിടന്നു. രാത്രിക്ക് കട്ടി കൂടുകയാണ്. ഒരു വലിയ ട്രക്ക് വന്നു നിന്നു. അതിൽ നിറയെ പൂജാദ്രവ്യങ്ങളായിരുന്നു. രാത്രിയിൽ തന്നെ ആശ്രമത്തിൽ അടുത്ത ദിവസത്തേക്കുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ തുടങ്ങി. ആദ്യമായി ഗുരുജിയുടെ ശരീരം കുളിപ്പിച്ച് വൃത്തിയാക്കി. ഒരു ഡോക്ടറെ കൊണ്ട് അയാളുടെ ശരീരത്തിലെ ബുള്ളറ്റുകൾ മുഴുവൻ നീക്കം ചെയ്തു. മുറിവുകളിൽ ഒരുതരം തൈലം പുരട്ടി, മൂക്ക് തുളയ്ക്കുന്ന ഗന്ധമുള്ള തൈലം. സർക്കിൾ ഇൻസ്പെക്ടർ അലക്സാണ്ടർ ഡിസൂസ രാത്രിയിൽ തന്നെ മാതായുടെ മുന്നിലെത്തി. ആശ്രമത്തിന് ചുറ്റും കനത്ത പോലീസ് കാവലുണ്ടായിരുന്നു. അതിന്റെ ചുമതല CIക്കായിരുന്നു. മാതായുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കാനേ അലക്സാണ്ടർ ഡിസൂസയ്ക്ക് കഴിഞ്ഞുള്ളൂ. സ്റ്റാൻലി പിടിവിട്ടുപോയി എന്ന് അലക്സാണ്ടർ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലമ്മേ, അയാൾ ഭവ്യതയോടെ പറഞ്ഞു. അയാൾ ആരുടെയൊപ്പം കാണുമെന്ന് എനിക്ക് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ചിലർ. അയാൾ ഇരുന്നു. മാത തലകുലുക്കി. പിന്നെ വളരെ രഹസ്യമായി ചില നിർദ്ദേശങ്ങൾ അലക്സാണ്ടർക്ക് നൽകി. അയാൾ ശ്രദ്ധയോടെ അത് കേട്ടിരുന്നു. നോ, ഞാൻ വിശ്വസിക്കില്ല, സ്റ്റാൻലി തീർത്തു പറഞ്ഞു. അയാൾ മരിച്ചിരിക്കില്ല. ശ്യാമിലി അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഞാൻ ഉൾപ്പെടെ ആയിരങ്ങൾ മൃതദേഹം കണ്ടു കഴിഞ്ഞു. അയാളുടെ ശരീരത്തിൽ വെടിയുണ്ട ഏൽക്കാത്ത ഒരൊറ്റ ഭാഗം പോലുമില്ല. ശ്യാമിലി പത്രം അയാൾക്ക് മുന്നിൽ നിവർത്തിപ്പിടിച്ചു. അതിൽ വെടിയേറ്റു മരിച്ചു കിടക്കുന്ന ഗുരുജിയുടെ ചിത്രമുണ്ടായിരുന്നു. സ്റ്റാൻലി കുറെ നേരം ചിത്രത്തിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ തല ഉയർത്തി. 7 ദിവസം മൃതദേഹം വച്ച് പൂജിക്കുകയാണ് അല്ലേ? അതെ. പോസ്റ്റ്മോർട്ടം നടത്തിയുമില്ല? ഇല്ല. എങ്കിൽ ശ്യാമിലി കാത്തിരുന്നോളൂ, തീർച്ചയായും അത്ഭുതം നടന്നേക്കും. അവൾ മനസ്സിലാകാത്ത ഭാവത്തിൽ സ്റ്റാൻലിയെ നോക്കി. ഗുരുജിയുടെ ആത്മാവ് തിരികെ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ശ്യാമിലിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കും. അക്കാര്യത്തിൽ അയാൾക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം ചെയ്യ് ശ്യാമിലി, ഗുരു ഹോസ്പിറ്റലിലെ നഴ്സ് ശാന്തയെ ഒന്ന് കാണണം. അവളിൽ നിന്നും സത്യം എന്തെന്നറിയാം. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾ സത്യം പറയും. ശ്യാമിലി തലകുലുക്കി. ജനാലയ്ക്കൽ എന്തോ ശബ്ദം കേട്ട് ഇരുവരും ഞെട്ടിത്തിരിഞ്ഞു. അവിടെ ഒരു മനുഷ്യൻ, ഒരു ദീർഘകായൻ. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായ ചുവന്ന സന്യാസി അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.